നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. കർത്താവിൽ പ്രിയരെ, വചനവാർത്തയുടെ മറ്റൊരു പതിപ്പിൽ കൂടി നിങ്ങളുടെ അടുക്കിലേക്ക് വരുവാൻ ഇടയാക്കിയ ദൈവത്തിന് നന്ദി. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഒരു സാമ്പത്തിക വർഷം കൂടി പൂർത്തീകരിക്കുവാനും പുതിയൊരു സാമ്പത്തിക വർഷത്തിലേക്ക് ഓക്സിലറിയായി പ്രവേശിക്കുവാനും ദൈവം നമുക്ക് ഭാഗ്യം നൽകി. എല്ലാവർക്കും ദൈവവചനം എന്ന ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിച്ചേരുവാൻ കഴിഞ്ഞ ഒരു വർഷം കൂടി നമുക്ക് ഒരുമിച്ച് വിവിധ തലങ്ങളിൽ വേദപുസ്തക സമൂഹത്തോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. എല്ലാവരുടെയും നിസ്വാർത്ഥമായ സേവനങ്ങൾക്കും ദൈവം തന്നെ പ്രതിഫലം നൽകി മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2024-2025 സാമ്പത്തിക വർഷത്തിൽ നമുക്ക് സമാഹരിക്കേണ്ടിയിരുന്ന വിഭവ സമാഹരണ തുക 1,60,00,000 രൂപയായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വലിയ കൃപയാലും നിങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥനയാലും അശ്രാന്ത പരിശ്രമത്താലും നമുക്ക് 2,30,90,000 രൂപ സമാഹരിക്കുവാനും പ്രസ്തുത തുക ദൈവവചനത്തിൻ്റെ പരിഭാഷ, അച്ചടി, വിതരണം എന്നീ അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷ ദൗത്യത്തിന് ഉതകും വിധം കേന്ദ്ര ഓഫീസിൽ അടയ്ക്കുവാനും സാധിച്ചു. നാം ശേഖരിക്കുന്ന ഓരോ രൂപയും അത് ദൈവവചനം ഇതുവരെയും എത്തപ്പെടാത്ത ആളുകളുടെ ഇടയിലേക്ക് ദൈവവചനമായി എത്തുന്നുവെന്ന് ഓർക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കുവാൻ ഏറെ വകയുണ്ട്. അനേകം വെല്ലുവിളികളുടെ മധ്യത്തിലും തിരുവചന വിതരണത്തിലും വിഭവ സമാഹരണത്തിലും മികച്ചതായ പ്രവർത്തനം സാധ്യമായതിൽ എല്ലാ റീജിയൻ ബ്രാഞ്ച് ഭാരവാഹികളോടും വിവിധ ബ്രാഞ്ചുകളിലെ സജീവ പ്രവർത്തകരോടും വിവിധ സഭകളുടെ മേലധ്യക്ഷന്മാരോടും പട്ടക്കാരോടും പാസ്റ്റർമാരോടും ശുശ്രൂഷകരോടും മറ്റ് ചുമതലക്കാരോടും സഭാ അംഗങ്ങളോടും എല്ലാ സഹകാരികളോടുമുള്ള കടപ്പാടും നന്ദിയും പ്രത്യേകം അറിയിക്കുന്നു. ദൈവം എല്ലാ കാര്യങ്ങൾക്കും ആവശ്യമായ നേതൃത്വം നൽകുന്ന ഓക്സിലറി ഭാരവാഹികളെയും കമ്മിറ്റി അംഗങ്ങളെയും ഓക്സിലറി സ്റ്റാഫ് അംഗങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു. ഈ ലക്കത്തിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം, ലഹരിക്കെതിരായുള്ള പോരാട്ടം എന്ന ചിന്തയിൽ ആധുനിക സമൂഹത്തെ, യുവജനങ്ങളെ ഭീതിയിലാഴ്ത്തുന്ന മയക്കുമരുന്ന് ലഹരിയുടെയും അതിൽ നിന്നുള്ള വിടുതലിലേക്കുള്ള ക്രിസ്തീയ ദൗത്യബോധവും ഉദ്ഘോഷിക്കുന്നു. നമ്മുടെ ശരീരവും മനസ്സും ദൈവത്തിന് സമർപ്പിച്ച വിശുദ്ധ ആലയമാണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിത വിശുദ്ധിയിലേക്കുള്ള വിളിയാണ് ഈ ലോകത്തിലുള്ള എല്ലാ ലേഖനങ്ങളുടെയും പ്രതിപാദ്യം. ലഹരി മരുന്നുകളും അവയുടെ ഉപയോഗവും നമ്മുടെ യുവജനങ്ങളെ അടിമകൾ ആക്കിയിരിക്കുകയാണ്. ആത്മീയമായ ദൗർബല്യവും സാമൂഹികമായ തകർച്ചയും അതിൻ്റെ ഫലമായി നമ്മുടെ കുടുംബങ്ങളിലും സഭയിലും സമൂഹത്തിലും അനുഭവപ്പെടുന്നു. എന്നാൽ ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം എന്ന്. പുതിയൊരു ആത്മീയ ഉണർവിന് വഴിയൊരുക്കുവാൻ കർത്താവിൻ്റെ ജനതയായി നാം ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട സമയമാണിത്. വചനവാർത്തയുടെ ഈ ലക്കം വിഷയ കേന്ദ്രീകൃതമായ ലേഖനങ്ങൾ കൊണ്ടും പിതാക്കന്മാരുടെ പ്രബോധനങ്ങൾ കൊണ്ടും വേദപഠനം കൊണ്ടും സമ്പന്നമാണ്. കൂടാതെ കുട്ടികൾക്കായുള്ള പ്രതിജ്ഞയിൽ നിന്നും യുവജനങ്ങളുടെ സാക്ഷ്യങ്ങളിലേക്കും ഡോക്ടർമാരുടെ വൈദ്യശാസ്ത്രപരമായ പഠനങ്ങളും സ്ത്രീകളുടെ ആത്മസാക്ഷ്യങ്ങളും ചിന്താവിഷയത്തിൻ്റെ ഒരു വിശാല കാഴ്ച നമുക്ക് നൽകുന്നു. നാം ഒറ്റപ്പെട്ട വ്യക്തികളല്ല. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്കും കൃപയുടെ പാതയാകണം. ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനായി കാത്തിരിക്കുമ്പോൾ ആത്മാവിൻ്റെ ക്ഷേമം ഉറപ്പാക്കേണ്ടതിൻ്റെ ആവശ്യം വളരെ വലുതാണ്. ദൈവവചനം എല്ലാവരിലേക്കും എത്തേണ്ടത് നമ്മുടെ ദൗത്യവും ഉത്തരവാദിത്വവുമാണ്. ലഹരിയുടെ ബന്ധനത്തിൽ കഴിയുന്ന അനേകരിൽ ദൈവവചനം ഇടപെടട്ടെ. അതിലൂടെ ജീവിതങ്ങൾ മാറട്ടെ. യുവാക്കളുടെ ആത്മീയ ഉണർവിന് വേദിയാകട്ടെ. കുട്ടികൾക്ക് പ്രതീക്ഷയും വർത്തമാനകാലത്തിൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനുള്ള ശക്തിയും ദൈവവചനം നൽകട്ടെ. നാം മുന്നോട്ട് പോകുമ്പോൾ ഈ ലക്കം ശുദ്ധിയിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും വിളിക്കുന്ന ദൈവത്തിൻ്റെ ശക്തമായ ശബ്ദമായി മാറട്ടെ. നമ്മുടെ ഓക്സിലറിയുടെ 69ാമത് വാർഷിക സമ്മേളനവും സ്തോത്ര ശുശ്രൂഷയും അതുപോലെ കേരള ഓക്സിലറിയുടെ സപ്തതി ആഘോഷങ്ങളുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും മാവേലിക്കര മർത്താമ ഓഡിറ്റോറിയത്തിൽ വെച്ച് വിവിധ സഭകളിലെ മേലധ്യക്ഷന്മാരുടെയും പാസ്റ്റേഴ്സിൻ്റെയും ലീഡേഴ്സിൻ്റെയും പങ്കാളിത്തത്തോടെ 700-ൽ പരം ആളുകൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്ന് പങ്കെടുത്ത് അനുഗ്രഹമാക്കി തീർക്കുവാൻ ഇടയാക്കിയ ദൈവത്തിനും എല്ലാ ക്രമീകരണങ്ങൾക്കും ശക്തമായ നേതൃത്വം നൽകിയ മാവേലിക്കര ബ്രാഞ്ചിലെ എല്ലാ അംഗങ്ങളോടുമുള്ള നന്ദി അറിയിക്കുന്നു. സപ്തതി ആഘോഷത്തിൻ്റെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന 10 കർമ്മ പദ്ധതികളിൽ നമ്മളാൽ ആവുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമാകുവാൻ ദൈവം സഹായിക്കട്ടെ. പ്രസ്തുത പദ്ധതികൾ ഇതിനോട് ചേർന്ന് ഉൾപ്പെടുത്തുന്നതുമാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റു ലഹരിക്കും അടിമകളാകുന്ന യുവതലമുറയെ
ദൈവത്തെങ്കിലേക്ക് കൊണ്ടുവരുവാനും അവരെ ഈ ലോകത്തിലെ പ്രലോഭനങ്ങൾക്കെതിരെ പോരാടുവാൻ പ്രാപ്തിപ്പെടുത്തുവാൻ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. അത് വചനത്തിലേക്ക് തിരിയുക എന്നതാണ്. ആയതിനാൽ കർമ്മ പദ്ധതിയിലെ 7ാമത്തെ പോയിന്റ് നമുക്ക് എല്ലാവർക്കുമുള്ള ഒരു ആഹ്വാനമായി എടുക്കാം. ബൈബിൾ പഠിക്കുവാനും 1 വർഷത്തിനുള്ളിൽ ബൈബിൾ 1 തവണ വായിച്ചു തീർക്കുവാനും, സമയം ലഭിക്കുന്നവർ പകർത്തി എഴുതുവാനും, വായിക്കാനും എഴുതാനും പറ്റാത്ത ആളുകൾ ഓഡിയോ ബൈബിളിൽ കൂടി ബൈബിൾ ശ്രവിച്ചു തീർക്കുവാനും തീരുമാനമെടുക്കാം. നമ്മുടെ എല്ലാ കുട്ടികളും യുവജനങ്ങളും അതിൽ പങ്കാളികൾ ആകുന്നുവെന്ന് ഉറപ്പുവരുത്താം. നമ്മുടെ ഈ ലക്കം വചനവാർത്തയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആമുഖ സന്ദേശം നൽകിയ ഓക്സിലറി പ്രസിഡന്റ് അഭിവന്യ തിയോഡോഷ്യസ് മർത്തോമ മെത്രാപ്പോലിത്ത തിരുമേനിയോടും വിലപ്പെട്ട ലേഖനങ്ങൾ നൽകിയ എല്ലാ വിശിഷ്ട വ്യക്തികളോടും ഓക്സിലറി കമ്മിറ്റി അംഗങ്ങളോടും ബ്രാഞ്ച് റീജിയൻ ഭാരവാഹികളോടുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തോടെ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ കേരള ഓക്സിലറിക്ക് വേണ്ടി ജേക്കബ് ആന്റണി, കൂടത്തിങ്കൽ അച്ഛൻ, ഓക്സിലറി സെക്രട്ടറി.